ഹിസ്ബുള്ള തലവന് വേറെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവിടെ വിമതർ അധികാരം പിടിച്ചുവെങ്കിലും വിമതർ തങ്ങളുമായി സൗഹൃദത്തിനെത്തും എന്നാണ് നഈം ഖുസം പ്രതീക്ഷിക്കുന്നത്. പുതിയ ഭരണകൂടത്തിന് ഇസ്രായേലുമായി ഒരു തരത്തിലും സൗഹൃദത്തിൽ പോകാൻ കഴിയുകയില്ല എന്നാണ് ഹിസ്ബുള്ള തലവന്റെ പ്രതീക്ഷ. എന്നാൽ ഇസ്രായേൽ ആകട്ടെ നേരത്തെ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് സിറിയയിലെ പുതിയ ഭരണകൂടവുമായി യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല, സൗഹൃദത്തിൽ തന്നെ പോകാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, ഇനി അങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയോ ഇസ്രായേലിനെ ആക്രമിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയോ ചെയ്താൽ തിരിച്ചടി അതിശക്തമായിരിക്കും എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് അന്ന് പ്രഖ്യാപിച്ചത്. ഹിസ്ബുള്ളയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സിറിയയിലെ സ്വേച്ഛാധിപതിയായിരുന്ന പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഏറ്റവും വലിയ സഹായികളായിരുന്നു ഹിസ്ബുള്ള. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2013 അസദിനെതിരെ അന്ന് വിമതർ ശബ്ദമുയർത്തുകയും അവർ കലാപത്തിനെത്തുകയും ചെയ്തപ്പോൾ അസദിന്റെ രക്ഷയ്ക്കെത്തിയത് ഹിസ്ബുള്ള തീവ്രവാദികളായിരുന്നു. മാത്രമല്ല ഇപ്പോൾ തന്നെ അസദ് ആരെയും അറിയിക്കാതെ എല്ലാവരെയും പറ്റിച്ചതിന് ശേഷം റഷ്യയിലേക്ക് നാടുവിട്ടു എങ്കിലും ഇയാളുടെ ഏറ്റവും വിശ്വസ്തരായ പലരെയും ഹിസ്ബുള്ളയാണ് ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ സുരക്ഷിതമായ ഇടങ്ങളിൽ, അതായത് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ലെബനനിൽ സ്വാധീനമുള്ള ചില മേഖലകളുണ്ട്, ദഹിയ പോലെയുള്ള പ്രദേശങ്ങൾ. അവിടെയാണ് അസദിന്റെ പല വിശ്വസ്ത അനുയായികളും ഇപ്പോൾ ഒളിവിൽ താമസിക്കുന്നതെന്നും ഹിസ്ബുള്ള ഇവർക്കെല്ലാം സംരക്ഷണം നൽകുന്നുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും എങ്ങനെയാണ് ഹിസ്ബുള്ളയെ സിറിയയിലെ പുതിയ സർക്കാർ സ്നേഹിക്കുക എന്ന് സ്വാഭാവികം നമുക്ക് ചോദിക്കേണ്ടി വരും.